അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 21 വ്യാഴാഴ്ച. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ദുരന്ത സമയത്ത് വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിരുന്നുവെങ്കിലും അർഹമായ ദുരന്ത സഹായം വൈകിക്കുകയാണെന്നും ഇതിൽ പ്രതിഷേധം അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ചൂരൽമലയിലുണ്ടായതെന്നും വരാനിരിക്കുന്ന ചെലവ് ഉൾപ്പെടെ 1222 കോടി രൂപയുടെ സഹായമാണ് ഇതിനായി ചോദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ടൌൺഷിപ്പിനായി മേപ്പാടി പഞ്ചായത്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. 983 കുടുംബങ്ങളാണ് ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നതെന്നാണ് കണക്ക്. എന്നാൽ 504 കുടുംബങ്ങളെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികയിൽ ചർച്ച നടത്താൻ ദുരന്തബാധിതരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്ത്. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കേരള ഹൈക്കോടതി. മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാനെ ക്ലീൻ ചിറ്റ് നൽകിയ സംസ്ഥാന പോലീസ് നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. 2022 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം ഉണ്ടായത്. ഏറ്റവും നന്നായി ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണ് നമ്മുടേതെന്നും ഇതിന്റെ മുക്കിലും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതിവെച്ചുവെന്നതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശ്യമെന്നുമായിരുന്നു സജി ചെറിയാന്റെ പ്രസംഗം. മുല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷേ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. വിഷയത്തിൽ അന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താൻ രാജിവെച്ചുവെന്നും ഇനി രാജിയില്ലെന്നും ഉത്തരവ് പഠിച്ച് പരിശോധിച്ച് നിയമ നടപടിയുമായി മേൽക്കോടതിയിൽ പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലിലൂടെ വീണ്ടും മന്ത്രിയായി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഹൈക്കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ട് അടിയന്തരമായി സജി ചെറിയാൻ രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മന്ത്രിക്ക് അനുകൂലമായി പോലീസ് നൽകിയ റിപ്പോർട്ടാണ് കോടതി സ്വീകാര്യമല്ലെന്ന് പറഞ്ഞതെന്നും മന്ത്രി സ്ഥാനത്തിരുന്നതുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇനിയും അന്വേഷണം പ്രഹസനമായി മാറുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളിയെന്നും അന്ന് രാജിവെക്കാൻ ഉണ്ടായ സാഹചര്യം ഇപ്പോഴും തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്ത പഠിപ്പിക്കുന്നവരാണ് CPMകാരെന്നും രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജിവെപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസവുമായി 3 മുന്നണികളും. നഗരത്തിലെ പോളിംഗ് വർധനയിൽ പ്രതീക്ഷ വയ്ക്കുന്ന NDA 8000-ലേറെ വോട്ടിന് ജയിക്കുമെന്നും നഗരസഭയിൽ ഒപ്പത്തിനൊപ്പവും പിരായിരിയിൽ ശക്തമായ മേൽക്കൈയും ഉറപ്പെന്ന് വാദിക്കുന്ന UDF മാത്തൂരിൽ കൂടി മുന്നേറ്റമുണ്ടാക്കി 12,000-നും 15,000-നും ഇടയിൽ വോട്ടിനെ ജയിച്ചുവരുമെന്നും വിശദീകരിക്കുന്നു. ത്രികോണ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിലായെന്നും P സരിന്റെ സാധ്യതയാണ് തെളിഞ്ഞുവരുന്നതെന്നും 5000 വോട്ടിന് വിജയിക്കുമെന്നും LDFും വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പോളിംഗ് കുറഞ്ഞതും
വിവാദങ്ങളും UDF-നെ ബാധിക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനമാണ് വിവാദങ്ങളിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് BJP ജയിക്കട്ടെ എന്ന നിലപാടാണ് CPM-നെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടൻ മേഘനാഥൻ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് മരണം. 60 വയസ്സായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ് മേഘനാഥൻ. 1983 പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ സിനിമ. പിന്നീട് പഞ്ചാഗ്നി, ചെങ്കോൽ, ഈ പുഴയും കടന്ന്, ഉത്തമൻ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങി നിരവധി സിനിമകളിൽ മേഘനാഥൻ അഭിനയിച്ചു. ഷൊർണൂരിലെ വീട്ടിലാകും അദ്ദേഹത്തിന്റെ സംസ്കാരം. ശബരിമലയിൽ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി NSS. തീർത്ഥാടനം സുഗമവും കുറ്റമറ്റതാക്കാനും സർക്കാർ ശ്രമിക്കുന്നത് അഭിനന്ദനാർഹമെന്നാണ് NSS മുഖപത്രത്തിലെ ലേഖനത്തിലെ പരാമർശം. സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായ ആശയക്കുഴപ്പം അടക്കം സർക്കാർ വേഗത്തിൽ പരിഹരിച്ചതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നും NSS ആവർത്തിച്ചു. വിവാദ പരസ്യം സമസ്ത മുഖപത്രത്തിൽ വന്നതിന് പിന്നിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയെന്ന് ആരോപണം. പരസ്യവിവാദത്തിൽ സുപ്രഭാതം പത്രത്തിന്റെ മാനേജ്മെന്റിനകത്തു നിന്നുള്ളവരും നിക്ഷേപകരും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ലീഗ് വിരുദ്ധ ചേരിയായി അറിയപ്പെടുന്ന 2-3 ആളുകളാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന വിലയിരുത്തലുണ്ട്. വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ നിന്ന് ഈ പരസ്യം കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും പരസ്യവുമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം ലഭിച്ചെന്നാണ് പറയപ്പെടുന്നത്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ വഖഫ് ബോർഡ് ചെയർമാനായ സമയത്താണ് വിഷയങ്ങൾക്ക് ആധാരമായ കാര്യങ്ങളെന്ന പ്രചാരണം അതിന്റെ ഭാഗമാണെന്നും സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനേ വഖഫ് ബോർഡിന് സാധിക്കൂവെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് റഷീദ് അലി തങ്ങളുടെ വിശദീകരണം. പൂരം നടത്തിപ്പിനെ ഉന്നതാധികാര സമിതി വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലത്തിനെതിരെ വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം. കൊച്ചിൻ ദേവസ്വം ബോർഡ് തമ്പുരാൻ കളിക്കേണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഉന്നതാധികാര സമിതി എന്ന നിലപാട് ഹൈക്കോടതിയിൽ പറഞ്ഞതെന്നായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തീപിടുത്തത്തെ തുടർന്ന് ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിലെ പ്രത്യേക നവജാത ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 3 നവജാത ശിശുക്കൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചു. ഇവരുടെ മരണത്തിന് തീപിടുത്തവുമായി ബന്ധമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ച് ഗയാനയും ബാർബഡോസും ഡൊമിനിക്കയും. ദി ഓണർ ഓഫ് എക്സലൻസ് ആണ് ഗയാനയുടെ പരമോന്നത ബഹുമതി. തങ്ങളുടെ പരമോന്നത ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം സമ്മാനിച്ച് ബാർബഡോസും അവാർഡ് ഓഫ് ഓണർ നൽകി ഡൊമിനിക്കയും മോദിയെ ആദരിച്ചു. ഈ ബഹുമതികൾ തനിക്ക് മാത്രമുള്ളതല്ലെന്നും 140 കോടി ഇന്ത്യക്കാർക്ക് കൂടി ലഭിക്കുന്ന അംഗീകാരമാണെന്നും മോദി പറഞ്ഞു. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചെന്ന് വ്യക്തമായെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ന്യൂയോർക്ക് കോടതി അദാനിക്കെതിരെ അഴിമതിക്കുറ്റം ചുമത്തിയ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന. രാജ്യത്ത് അദാനി ഇപ്പോഴും സ്വതന്ത്രനായി തുടരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്നും പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയും ഇല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും മോദിയാണ് അദാനിയുടെ രക്ഷകനെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയ കേസിലാണ് ന്യൂയോർക്ക് കോടതി അദാനിക്കെതിരെ അഴിമതിക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. സൗരോർജ്ജം കരാറുകൾ നേടാൻ ഇന്ത്യയിൽ 2000 കോടിയിലധികം രൂപ കൈക്കൂലി നൽകിയെന്നാരോപിച്ച് ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രം പുറത്തുവന്നതിന് പിന്നാലെ അദാനിക്കെതിരെ ഉടൻ CBI കേസെടുക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. പല സംസ്ഥാനങ്ങളിലായി നടന്ന അഴിമതി അമേരിക്കൻ ഏജൻസി കണ്ടെത്തേണ്ടി വന്നത്
അപമാനകരമാണെന്നും പ്രധാനമന്ത്രിയുടെ സംരക്ഷണം കാരണമാണ് അദാനിക്കെതിരെ കേസില്ലാത്തതെന്നും CPM ചൂണ്ടിക്കാട്ടി. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജാറിനെ വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന കാനഡ മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കെതിരെയുള്ള അപകീർത്തി പ്രചാരണമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. മനഃപൂർവ്വമായി ഇത്തരത്തിലുള്ള അസംബന്ധ പ്രസ്താവനകൾ ഒരു മാധ്യമത്തിന് നൽകിയ ഉദ്യോഗസ്ഥരെ കനേഡിയൻ സർക്കാർ പുറത്താക്കണമെന്നും രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. ഹിസ്ബുല്ലയുടെ മീഡിയ റിലേഷൻസ് മേധാവി മുഹമ്മദ് അഫീഫ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹിസ്ബുല്ല തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലെബനനിലെ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയുടെ ഓഫീസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുല്ലയുടെ ഉന്നത വക്താവ് കൂടിയായ അഫീഫ് കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.